അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പ്രവാചകനുരാഗം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് അല്പം സംസാരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. ഇരുണ്ട കാലത്തിന്റെ കരിങ്കൽ ചീലുകൾക്ക് ഇടയിൽ നിന്നാണ് പ്രകാശം പരക്കുന്നത് പോലെ ഇരുണ്ട യുഗത്തിൽ 6-ാം നൂറ്റാണ്ടെന്നറിയപ്പെടുന്ന ലോക ചരിത്രത്തിൽ തന്നെ ചരിത്രകാരന്മാർ ഇരുണ്ട യുഗം എന്ന് വിശേഷിപ്പിച്ച ആ യുഗത്തിൽ നിന്നുള്ള ഒരു പ്രകാശധാരയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കടന്നുവരവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ഉമ്മത്തിനിക്ക് ഒരു റഹ്മത്തായിട്ട്, ഒരു കാരുണ്യമായിട്ടാണ് നാഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. നിങ്ങളെ നാം ലോക ജനതയ്ക്ക് റഹ്മത്തായിട്ടല്ലാതെ നാം അയച്ചിട്ടില്ല, നാം റസൂലാക്കി അയച്ചിട്ടില്ല. തിരുദൂതരെ നമുക്കുള്ള റഹ്മത്തായിട്ടാണ് നാഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് അർപ്പിച്ചിട്ടുള്ളത്. നാഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്, നബി തങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ചികഞ്ഞു പരിശോധിച്ചാൽ ലോകത്തിൽ വെച്ച് ഏറ്റവും നമ്മൾ പിന്തുടരപ്പെടേണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം പിന്തുടരപ്പെടേണ്ട ഏറ്റവും നല്ല ഉത്തമമായ മാതൃക നമുക്കതിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് ജീവിത സന്ദർഭങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാം. ഒന്ന്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് ഒരു അപരിചിതൻ കടന്നു വരികയുണ്ടായി. മദീനയുടെ രാജകുമാരനായ നബി തങ്ങളുടെ അടുക്കിലേക്ക് ആ അപരിചിതൻ കടന്നു വരുന്ന സമയത്ത് ആ നബി തങ്ങളുടെ ഗാംഭീര്യത കണ്ടുകൊണ്ട് ആ വ്യക്തിക്ക് ഒരു മനസ്സിലൊരു വിറയൽ, ഒരു കിടുങ്ങൽ ഉണ്ടായി. ഇത് മനസ്സിലാക്കിയ ആ സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വ്യക്തിയോടെന്നോണം പറയുന്നുണ്ട്, മോനെ ബേജാറാവണ്ട, ഞാൻ രാജാവൊന്നുമല്ല, ഉപ്പിലിട്ട മാംസം ഭക്ഷിക്കുന്ന ഒരു ഖുറൈശി പെണ്ണിന്റെ മകൻ മാത്രമാണ്. ഇത്രത്തോളം ആഴ്ന്നിറങ്ങിക്കൊണ്ട് ആയത്തിന്റെ പരപ്പിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു സംസാരം ആ വ്യക്തിയുടെ മനസ്സിലത് തറച്ചു. ആ വ്യക്തിക്ക് നബിയോടുള്ളതായ ആ ആശ പൂത്തുകൊണ്ട് ഇസ്ലാം മതത്തിലേക്കുള്ള ഒരു വെളിച്ചമായിട്ട് അത് മാറുകയുണ്ടായി. അതുപോലെ തന്നെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലൂടെ മുമ്പിലൂടെ നടന്നു പോകുന്ന ഒരു വ്യക്തിയെ കുറിച്ച് അടുത്തുണ്ടായിരുന്ന സ്വഹാബത്ത് പറയുകയുണ്ടായി, നബിയെ, ആ പോകുന്ന സ്വഹാബിയെ എനിക്കിഷ്ടമാണ്. അപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചോദ്യം എന്നോണം അദ്ദേഹത്തിനോട് ചോദിച്ചു, നീ അത് അദ്ദേഹത്തിനോട് പറഞ്ഞില്ലേ, നിന്റെ സ്നേഹത്തെ നീ അറിയിച്ചില്ലേ? അപ്പോൾ തന്നെ ആ സ്വഹാബി മറുപടി പറഞ്ഞു, ഇല്ല നബിയെ, ഞാനത് പറഞ്ഞിട്ടില്ല. അന്നേരം നബി തങ്ങൾ പറഞ്ഞു, സ്നേഹം ഞാൻ അവനോട് പറയണം. കാരണം മറച്ചു വെക്കുന്ന സ്നേഹവും കാർമേഘവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. നബി തങ്ങളുടെ ജീവിതം എടുത്തു നോക്കിയാലും അങ്ങനെ തന്നെയാണ്. സ്നേഹത്തിനാൽ ആളിക്കുതിർത്ത ഒരു വളരെ മഹത്തരമായ ജീവിതമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോക ജനതയ്ക്ക് മുമ്പിൽ കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു സന്ദർഭം എടുത്ത് നോക്കിയാൽ നബി തങ്ങളുടെ വീട്ടിലേക്ക് ഒരു അതിഥിയൻ, ഒരു അറബിയൻ പൗരനായിട്ടുള്ള ഒരാള് അതിഥിയായിട്ട് താമസിച്ചു. പിറ്റേ ദിവസം അദ്ദേഹം നബി തങ്ങളുടെ വീട് വിട്ട് നേരത്തെ തന്നെ പോയി. പക്ഷെ അദ്ദേഹം പോയത് നബി തങ്ങളുടെ റൂമിൽ കൊണ്ട് കാഷ്ടിച്ചു കൊണ്ടായിരുന്നു ആ വ്യക്തി റൂം വിട്ടു പോയിരുന്നത്. പക്ഷേ നീളെ അദ്ദേഹം സഞ്ചരിച്ചിട്ട് ഒരു വൈമധ്യത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് ബോധ്യമായി, ഞാൻ എൻ്റെ വാളിനെ നബി തങ്ങളുടെ വീട്ടിലേക്ക് മറന്നു വെച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ബേജാറായി. ആ വാളെടുക്കാൻ പോകുമ്പോൾ എന്നോടുള്ള തെറിയഭിഷേകങ്ങളോ അല്ലെങ്കിൽ എന്നോടുള്ള ചീത്തവിളികളോ അല്ലെങ്കിൽ എന്നെ കൊല്ലുമോ എന്ന ഭയം എല്ലാം അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നു. എങ്കിലും അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് തന്റെ വാളിന്റെ ആവശ്യാർത്ഥം അദ്ദേഹം പോകാൻ തുടങ്ങി. അദ്ദേഹം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിലെത്തിയ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പുഞ്ചിരി തൂകിക്കൊണ്ട് അദ്ദേഹത്തെ വരവേറ്റുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇതാ നിങ്ങളുടെ വാൾ. ഇത് പറഞ്ഞ സന്ദർഭം അദ്ദേഹത്തിന്റെ കണ്ണുനീരുകളെല്ലാം ഒരു ധാരധാരയായി ഒഴുകി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ തൃക്കാലുകളെ അദ്ദേഹം ചുംബിക്കുകയുണ്ടായി. ഇത്രത്തോളം സഹനഹൃദയരായ, ഇത്രത്തോളം വളരെ മഹത്തരമായിട്ട് സ്നേഹിക്കാനും സൗന്ദര്യത്തോടുകൂടെ നോക്കാനും അതുപോലെ തന്നെ ദാനനിധരായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദിടാനും കഴിയുന്ന ഇത്രത്തോളം വലിയ പാപസുരക്ഷിതരായ റസൂലിങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അയച്ചത് അവരെ ജീവിതം കൊണ്ട് മാതൃക പറ്റാനാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിൽ നിന്ന് മാതൃക ഉൾക്കൊണ്ട് സൽസ്വഭാവികളായിട്ട് ജീവിക്കാൻ നാഥൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹിറു ദഅ്വതനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.